നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന കാര്യത്തില് ഹരിതയുടെയും മനോജിന്റെയും സമരം. സുചിത്രയും കൂടി പട്ടിണിക്കിട്ടുകൊണ്ടുള്ള കടുത്ത സമരത്തില് പ്രകാശ്. ഇല്ല, അവരാരും വരുന്നില്ല. നീ കഴിക്ക്. എല്ലാരും ഒപ്പമില്ലാത്തത് കൊണ്ടാകും ഭക്ഷണം കഴിക്കാൻ എനിക്ക് തോന്നുന്നില്ല. വർഷമോളം കൂടെ ഇറങ്ങിപ്പോയപ്പോ വല്ലാത്തൊരു ശൂന്യത തന്നെ. മാനത്തിനേക്കാൾ വിലയൊന്നുമില്ല വിശപ്പിന്. പ്രതിഷേധിക്കേണ്ടപ്പോ പ്രതിഷേധിച്ചും വിശപ്പടക്കം പ്രകാശിനറിയാം. ഇന്നത്തെ താഴുണ്ടാലേ പ്രകാശന് ദഹിക്കില്ല. അമ്മ പോയിക്കോ. പ്രകാശേട്ടാ, അച്ഛന്റെ അമ്മയുടെ മനസ്സ് വേദനിപ്പിക്കുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല. പ്രകാശേട്ടനെ 10 മാസം ചുമന്ന് പ്രസവിച്ച അമ്മയാ കണ്ണീരോടെ ഇപ്പൊ ഇവിടുന്ന് പോയത്. അത് മറക്കണ്ട. ആ മനസ്സ് വേദനിച്ച ഇപ്പൊ പ്രകാശേട്ടൻ സ്വപ്നം കാണുന്ന ആ വീടിന്റെ അടിസ്ഥാനം ഉയരുമെന്ന് തോന്നുന്നുണ്ടോ? നിന്റെ ചെകിട്ടത്തൊന്ന് പൊട്ടിച്ചാലേ അടിസ്ഥാനം പെട്ടെന്ന് അങ്ങോട്ട് ശരിയാവും. ഞാനോ ചെയ്യണോ? ഒരു ഉപദേശി വന്നിരിക്കുന്നു. നിന്ന് ചിലക്കാതെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്കണേ. ആ ചീവിടിയൊക്കെ അവിടെ അവനോട് വന്ന് കിടന്ന് ഉറങ്ങാൻ പറ. എടാ, അത്താഴം കഴിക്കാൻ വരുന്നില്ലേ? ഇല്ലമ്മേ, ഞങ്ങൾക്കുള്ള ആഹാരം അടുക്കളയിൽ നിന്ന് എടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ ഇരുന്ന് കഴിച്ചോളാം. അമ്മ പോയി കഴിച്ചു. എല്ലാവരും ഡൈനിങ് ഹാളിലിരുന്ന് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതല്ലേ പതിവ്? പതിവുകളൊക്കെ ഇപ്പൊ മാറ്റം വന്നില്ലേ? ഈ വീട്ടിലെ ഇപ്പോഴത്തെ സാഹചര്യത്തില് ഒന്നിച്ചിരുന്ന് കഴിച്ച ആഹാരം ഇറങ്ങില്ലമ്മേ. ഇത് ഞാൻ പറഞ്ഞതല്ല, ഹരിത പറഞ്ഞ. ഒരർത്ഥത്തിൽ എന്റെ അഭിപ്രായം അത് തന്നെയാ. മോളെ, സോറി അമ്മേ, ഡിസ്റ്റർബ് ചെയ്യല്ലേ. ഞാൻ അത്യാവശ്യമായിട്ട് ചെയ്തു തീർക്കാനുള്ള ഒരു വർക്കില്ല. അമ്മ ഇതുവരെ പോയില്ലേ? അമ്മേ, ഈ പെൻഡിങ് വർക്ക് ഫിനിഷ് ചെയ്തിട്ട് വേണം എനിക്ക് നാളെ ഓഫീസിലെത്താൻ. ഇല്ലെങ്കിൽ ഉള്ള ജോലിയും കൂടെ പോയി കിട്ടും. അങ്ങനെ വരുമാനം ഇല്ലാതായ എന്റെയും മനോജിന്റെയും ചെലവിനുള്ള പണം തരുന്ന ഏർപ്പാടുണ്ടല്ലോ, അതങ്ങ് മുടങ്ങിക്കിട്ടും. ഞങ്ങൾ ഈ വീട്ടില് പട്ടിണിയിലായിപ്പോ. കൂട്ടത്തിലിരുന്ന് ആഹാരം കഴിക്കണ്ട, ഇനി മുറിയിലിരുന്ന് കഴിച്ചാൽ മതി എന്ന് ഹരിതയുടെ ഓർഡറാ. അതനുസരിച്ചില്ലെങ്കിൽ എനിക്കുള്ള ആഹാരത്തിന്റെ വിഹിതം ഇവള് കട്ട് ചെയ്താലോ? ഞാൻ പട്ടിണിയായി പോയില്ലേ? ഗതികേട് കൊണ്ടാ അമ്മേ. മതി. പ്രായപൂർത്തിയായ മക്കളോട് സ്വന്തം കാര്യം നോക്കണമെന്ന് രക്ഷകർത്താക്കൾ ആവശ്യപ്പെടുന്നത് അത്ര മോശപ്പെട്ട കാര്യമൊന്നുമല്ല. അത് മഹാ അപരാധമായി പോയി എന്നുള്ളൊരു ചിന്തയുണ്ടല്ലോ, അതാ ആദ്യം മാറ്റേണ്ടത്. അല്ല, മാധവ കഴിച്ചിട്ട് പോയോ? അച്ഛനിന്ന് ഏതോ കല്യാണത്തിന്റെ റിസപ്ഷൻ ഉണ്ടായിരുന്നു. ആ ശരിയാ, അവൻ പറഞ്ഞായിരുന്നു.
അവന്റെ കൂടെ ജോലി ചെയ്യുന്ന ഏതോ ഒരാളിന്റെ മോളുടെ കല്യാണമാന്ന്. 2ാം ഘട്ടാ പയ്യൻ. പെണ്ണിന്റെ ജാതകത്തിൽ എന്തോ അല്ല, വേറെ ആരും ആഹാരം കഴിക്കാൻ കാണുന്നില്ലല്ലോ. എന്തു പറ്റി? അമ്മേ, അവരാരും ആഹാരം കഴിക്കാൻ വരുന്നില്ല. ഒരാൾക്ക് വിശപ്പില്ല. മറ്റു 2 പേരുടെയും ഭക്ഷണം മുറിയിലേക്ക് കൊണ്ടുപോയി. എല്ലാവരും പട്ടിണി സമരം അച്ഛമ്മേ. എന്നിട്ടാണോ മനോജ് ഭക്ഷണം മുറിയിലോട്ട് എടുത്തോണ്ട് പോയെന്ന് പറഞ്ഞത്? അതിനും നിരാഹാര സമരം എന്നാണോ പറയുന്നത്? ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന കാര്യത്തില ഹരിതയുടെയും മനോജിന്റെയും സമരം. സുചിത്രയും കൂടി പട്ടിണിക്കിട്ടുകൊണ്ടുള്ള കടുത്ത സമരത്തില പ്രകാശ്. ഇല്ല, അവരാരും വരുന്നില്ല. നീ കഴിക്ക്. എല്ലാരും ഒപ്പമില്ലാത്തത് കൊണ്ടാകും ഭക്ഷണം കഴിക്കാൻ എനിക്ക് തോന്നുന്നില്ല. വർഷമോളം കൂടെ ഇറങ്ങിപ്പോയപ്പോ വല്ലാത്തൊരു ശൂന്യത തന്നെ. മോളെ, ചോറ് കഴിക്കും. എനിക്ക് ചോറ് വേണ്ട വന്ദനമ്മേ. ഈശ്വര, ഈ വീടിന്റെ അവസ്ഥ ഇങ്ങനെയായി പോയല്ലോ. എല്ലാവരും ഒരേ ടേബിളിന്റെ ചുറ്റും ഇരുന്ന് ഒരേ മനസ്സോടെ അത്താഴം കഴിച്ചിരുന്നതാ. വന്ദനമ്മേ, നിക്ക്, ഞാനും വരാം. മോളെ, മാധവനോട് നീ ഇവിടെ നടന്നതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ? ഇല്ല. നന്നായി. പാവം എന്റെ കുഞ്ഞ് സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങിക്കോട്ടെ. കണ്ണുനീരൊക്കെ തുടച്ചു കളാം. എന്നിട്ട് മാധവന്റെ അടുത്തേക്ക് പോ. നിന്റെ ശബ്ദം ഒന്ന് ഇടറിയ അവനതറിയാൻ പറ്റുവേ. എന്റെ കൃഷ്ണ, ഗുരുവായൂരപ്പ, ഭഗവാനെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.